നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ഒ പിയിൽ ഒരു പേഷ്യൻ്റ് വന്ന് പറഞ്ഞു, കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് ചുമയാണ്, ഒരു പനി വന്നു. പനി വന്ന ശേഷം ചെറിയ ചുമയുണ്ട്, ചെറിയ രീതിയിൽ കുത്തികളുടെ ചുമയുണ്ട്. ഡോക്ടറെ, എനിക്ക് പനി വന്നിട്ട് ഒരാഴ്ചയായി, എൻ്റെ ചുമ മാറുന്നില്ല, കുത്തികളുടെ ചുമയാണ്, എനിക്ക് ആൻറ്റിബയോട്ടിക് വേണം. ഇതാണ് പേഷ്യൻ്റെ ആവശ്യം. ഞാൻ പേഷ്യൻ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇതെങ്ങനെയാണ്, ഇത് വൈറൽ ഫീവറാണ്. ഇപ്പോഴത്തെ വൈറൽ ഫീവർ നമുക്കറിയാം, ഈ ഒരു 2 മാസം 3 മാസമായിട്ട് വൈറൽ ഫീവർ വരാത്തതായിട്ട് ആരുമില്ല. ഓൾമോസ്റ്റ് 70-80% ആൾക്കാർക്കും വൈറൽ ഫീവർ ചെറിയ പനി വന്ന് പോയിട്ടുണ്ട്. അതിൽ നല്ലൊരു ശതമാനത്തിന് കുത്തികളുടെ ചുമയുണ്ട്. അത് ശരിയാകാനായിട്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക് അല്ല. ആൻറ്റിബയോട്ടിക് എന്താണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ആൻറ്റിബയോട്ടിക് എന്ന് വെച്ചാൽ ബാക്ടീരിയ എന്ന് പറയുന്ന അണുക്കളെ കൊല്ലുന്ന ഒരു ഉപാധിയാണ്, അല്ലെങ്കിൽ ഒരു മരുന്നുകളാണ്. ഫംഗസിനെ നശിപ്പിക്കുന്നതിനെ ആൻറ്റി ഫംഗൽ എന്ന് വിളിക്കും, വൈറസിനെ നശിപ്പിക്കുന്നതിനെ ആൻറ്റി വൈറൽ എന്ന് വിളിക്കും. അതുപോലെ ബാക്ടീരിയ നശിപ്പിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ മെഡിസിൻസിനെയാണ് ആൻറ്റിബയോട്ടിക് എന്ന് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾക്ക്, നമ്മൾ ഈ വൈറൽ ഫീവർ വന്നവർക്ക് ഈ ആൻറ്റിബയോട്ടിക്കുകൾക്ക് ഒരു ഉപയോഗവും ഇല്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വൈറൽ ഫീവർ വന്ന ശേഷം ആളുകൾക്ക് ചുമ കുറയാനായിട്ട്, അതൊരു നമ്മുടെ ബ്രോങ്കസിൻ്റെ ചെറിയൊരു ഹൈപ്പർ സെൻസിറ്റീവ്, ബ്രോങ്കിയൽ ഹൈപ്പർ സെൻസിറ്റീവ് എന്ന് പറയും. ആ ഹൈപ്പർ സെൻസിറ്റീവ് കൊണ്ടാണ് പലപ്പോഴും കുത്തികളുടെ ചുമ വരുന്നത്. കുത്തികളുടെ ചുമ കുറയാനായിട്ട് ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ എടുക്കും. അതിന് ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ട് ഒരു ഗുണവുമില്ല. ഒന്നാമത്തെ കാര്യം. എപ്പോഴാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിവിയർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നു. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തന്നെ, ചെറിയ രീതിയിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മുടെ ബോഡി തന്നെ ടേക്ക് കെയർ ചെയ്യും. നല്ല രീതിയിൽ സിവിയർ ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നു. അത് ചിലപ്പോൾ ലങ്സിൽ ന്യൂമോണിയ വരുന്നു, അല്ലെങ്കിൽ ടോൺസിൽ വലുതായിട്ട് ടോൺസിലൈറ്റിസ് വരുന്നു, അല്ലെങ്കിൽ സൈനസൈറ്റിസ് വരുന്നു, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ വന്ന വൈറൽ ഫീവർ വന്നു, പനി കുറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പം ഭയങ്കരമായിട്ട് ചുമയും മഞ്ഞക്കഫും വരുന്നു, നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. ശ്വാസത്തിൽ നല്ല നീർക്കെട്ടുണ്ടെങ്കിൽ മാത്രമേ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 1950കളിലാണ് ആദ്യം ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടുപിടിച്ചത്. അതിനുശേഷം കഴിഞ്ഞ 30, 40, 50 വർഷം കൊണ്ട് കുറേ ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് മനുഷ്യൻ. ഈ ആൻറ്റിബയോട്ടിക്കുകൾ പലതരത്തിലുള്ള ബാക്ടീരിയയും നശിപ്പിക്കാനുള്ള മരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഒരു അൺഫോർച്ചുനേറ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ റാമ്പൻറ്റ് മിസ്യൂസ് തന്നെ പറയാനുള്ള കാര്യം, പല കാര്യങ്ങൾ കൊണ്ടാണ് ആളുകൾ ഈ പറഞ്ഞ പോലെ കടയിൽ പോയിട്ട് ആൻറ്റിബയോട്ടിക് മേടിച്ച് കഴിക്കുക. എനിക്കൊരു ആൻറ്റിബയോട്ടിക് വേണമെന്ന് പറഞ്ഞ് ആൾക്കാരപ്പോൾ തന്നെ കടയിൽ ആളുകൾ അസ്ട്രോമൈസിനോ അങ്ങനെ അല്ലെങ്കിൽ ലിവോഫ്ലോക്സിനോ ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് കഴിക്കും. ഇവർ കഴിച്ച് കഴിയുമ്പോൾ ഈ ബാക്ടീരിയകൾ പലതും അതിനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് തുടങ്ങി. കാരണം ബാക്ടീരിയ ഒരു ആൻറ്റിബയോട്ടിക് കുറേ എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബാക്ടീരിയ അടുത്ത പ്രാവശ്യം അതേ ഇൻഫെക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ വർക്ക് ചെയ്യത്തില്ല. ആ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് കാര്യമില്ല, അതിന് മുകളിലത്തെ ആൻറ്റിബയോട്ടിക്കിലോട്ട് പോയിട്ടുണ്ട്. കാരണം ആ ബാക്ടീരിയയ്ക്ക് അതിനെ മറികടക്കാനുള്ള സംവിധാനം ഈ ബാക്ടീരിയകൾ ഡെവലപ്പ് ചെയ്ത് കാണും. അതിനാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതിലൊരെണ്ണമാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഇത് നമ്മുടെ മനുഷ്യരാശിക്ക് വരുന്ന വലിയൊരു വെല്ലുവിളിയാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. കാരണം ഇപ്പോൾ നമ്മുടെ ICU ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ പലപ്പോഴും ഇവരുടെ നമ്മൾ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി കൾച്ചർ ചെയ്ത് നോക്കും. കൾച്ചർ ചെയ്തിട്ട് ഏത് ആൻറ്റിബയോട്ടിക്കാണ് സെൻസിറ്റീവ് എന്ന് നോക്കും. അത് യൂറിൻ കൾച്ചറിന് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്പ്യൂട്ടം കൾച്ചറിന് ചെയ്യാറുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു എസ്പെഷ്യലി ഹോസ്പിറ്റൽ അഡ്മിറ്റായി ICUലൊക്കെ വരുന്ന പേഷ്യൻസിന് നമ്മൾ 25 ആൻറ്റിബയോട്ടിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആൻറ്റിബയോട്ടിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ സെൻസിറ്റീവായിട്ട് നമുക്ക് കിട്ടുന്നത്. എല്ലാ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ആർ എന്ന് പറഞ്ഞ് കാണാം. അത് ചിലപ്പം ഭയങ്കര മിറോപ്പനമോ ഏറ്റവും കൂടിയ ആൻറ്റിബയോട്ടിക്കൊക്കെയാണ് മാത്രമേ സെൻസിറ്റീവായി വരാറുള്ളൂ. എന്തുകൊണ്ടിങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾ. ഒന്ന്, ആൻറ്റിബയോട്ടിക് വേണ്ടതിനും വേണ്ടാത്തതിനും ആൻറ്റിബയോട്ടിക് കഴിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം. 2, ഈ കഴിക്കുന്ന ആളുകൾ ഫോർ എക്സാമ്പിൾ 5 ദിവസമായിരിക്കും അതിൻ്റെ കോഴ്സ്, അത് 2 ദിവസം കഴിച്ചിട്ട് അങ്ങ് നിർത്തിക്കളയും. അല്ലെങ്കിൽ ചില ആൻറ്റിബയോട്ടിക് 3 നേരം കഴിക്കേണ്ട 2 നേരം കഴിക്കും. അപ്പോൾ എന്താ പറ്റുന്നത്? ഈ ബാക്ടീരിയ കൊല്ലത്തില്ല, ബാക്ടീരിയ ചെറിയ ഡോസ് നമ്മൾ കൊടുത്തിട്ട് പറയുവാണ്, ഇതാണ് നമ്മുടെ ആൻറ്റിബയോട്ടിക്, നീ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ ബാക്ടീരിയ എന്ത് ചെയ്യും? ചെറിയ ഡോസിൽ വന്നപ്പോൾ അവൻ ചത്തില്ല, പക്ഷേ അവനെന്ത് മനസ്സിലായി? ഇതിനെ നേരിടേണ്ട എങ്ങനെയാണെന്ന് അവൻ പഠിച്ചെടുത്തു. അടുത്ത പ്രാവശ്യം അത് റെസിസ്റ്റൻ്റ് ആയിട്ട് വന്നു. വീണ്ടും അതേ, അപ്പം ചെറിയ ഡോസിൽ കഴിച്ചാലോ, പൂർണ്ണമായിട്ട് ഡോസ് കഴിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് കോഴ്സ് കഴിച്ചില്ലോ എങ്കിൽ അവർ പലപ്പോഴും ഈ ബാക്ടീരിയ അതിനെതിരെ റെസിസ്റ്റൻ്റ് ആകും. വേറൊരു പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ് നമ്മുടെ ലോ ക്വാളിറ്റി ആൻറ്റിബയോട്ടിക്സ്. അതൊരു വലിയ പ്രശ്നമാണ്. പലപ്പോഴും ആൻറ്റിബയോട്ടിക്കുകൾ നമുക്കറിയാം, ഒരു മരുന്ന് നമ്മൾ കഴിച്ചു, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പാൻറ്റോപ്രസോൾ കഴിച്ചു, എനിക്കൊരു വയറിന് പ്രശ്നമുണ്ട്, വയറിന് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, നമ്മൾ പാൻറ്റോപ്രസോൾ മരുന്ന് കഴിക്കും, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ. അപ്പോൾ എൻ്റെ വയറിൻ്റെ പ്രശ്നം തീർന്നു. അത് ലോ ക്വാളിറ്റിയാണ്. എന്താണ്? എൻ്റെ വയറിൻ്റെ പ്രശ്നം മാറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആൻറ്റിബയോട്ടിക്കുകൾ ലോ ക്വാളിറ്റി ആണെങ്കിൽ അയാളുടെ അസുഖം മാറുന്നത് മാത്രമല്ല, ഈ ബാക്ടീരിയ അതിനെതിരെ റെസിസ്റ്റൻ്റ് ആകുകയും ചെയ്യും, അതിനെ അതിജീവിക്കാൻ പഠിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ ഒരു തരത്തിൽ നോക്കുമ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരുന്നുകൾക്ക് വില കുറവാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ US ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മരുന്നുകൾക്ക് വളരെ വില കുറവാണ്. നമുക്കറിയാം, ഒരു 10% US 100 രൂപയുള്ളതിന് ഇവിടെ ചിലപ്പോൾ 5 രൂപയോ 4 രൂപയൊക്കെ ആയിരിക്കും പലപ്പോഴും വില. അതൊരു നല്ല കാര്യമാണ്. നമുക്ക് ജനങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഒരു മറുവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ ക്വാളിറ്റി മെയിൻ്റനൻസ് വളരെ വളരെ മോശമാണ് നമ്മുടെ നാട്ടിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന അമോക്സിലിൻ ക്ലാവുലാനിക് ആസിഡ് എന്ന് പറയും, ഓഗ്മെൻറ്റിൻ എന്ന് പറയുന്ന കമ്പനിയാണ് അത് ആദ്യം കൊണ്ടുവന്നത്, GSK എന്ന്, അവരുടെയാണ് ഒറിജിനേറ്റർ ബ്രാൻഡ്. അത് കൂടാതെ 150-200 ബ്രാൻഡ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇതിൽ ഏതാണ് നല്ലത് ഏതാണ് ചെയ്തതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പലപ്പോഴും അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ഒപ്റ്റിമൽ അല്ല. നിങ്ങൾ തന്നെ പേപ്പർ നോക്കുമ്പോൾ കാണാം, ക്വാളിറ്റി കുറഞ്ഞ മരുന്നുകൾ നിരോധിച്ചു, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ മരുന്നുകൾ പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാം. റെപ്യൂട്ടഡ് കമ്പനീസിൽ പോലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഈ ലോ ക്വാളിറ്റി ആൻറ്റിബയോട്ടിക്സ് പലപ്പോഴും വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ ലോ ക്വാളിറ്റി ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ 1.5 ഗ്രാം ആയിരിക്കും. 1.5 ഗ്രാം ആൻറ്റിബയോട്ടിക് വേണ്ട സ്ഥലത്ത് ചിലപ്പോൾ അതിനകത്ത് കാണുക 850-800 മില്ലിഗ്രാം ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. അങ്ങനെ കിട്ടത്തില്ലെന്ന് മാത്രമല്ല, ആ പേഷ്യൻറ്റ് കിട്ടത്തില്ലെന്ന് മാത്രമല്ല, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയാനുള്ളത്, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല കമ്പനീസിൻ്റെ മാത്രമേ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുക. ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പുതിയ ആൻറ്റിബയോട്ടിക്സൊന്നും പൈപ്പ് ലൈനിലില്ല. കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് 1-2 ആൻറ്റിബയോട്ടിക്കുകളാണ് ഇപ്പം പുതിയതായിട്ട് വിപണിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാനില്ലാതെ രോഗികൾ മരിച്ചു പോകും. കാരണം എല്ലാ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ നമ്മൾ എന്ത് കൊടുക്കും? മാത്രമേ വളരെ വില കൂടിയ ആൻറ്റിബയോട്ടിക് മാത്രമേ അവർ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരാതിരിക്കാൻ നോക്കണം. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കഴിയുന്നതും കുറയ്ക്കുക. വേണ്ടവർക്ക് മാത്രം ആൻറ്റിബയോട്ടിക് കൊടുക്കുക. ആൻറ്റിബയോട്ടിക് വേണ്ടത് കഴിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡോക്ടർ എത്ര ദിവസം പറഞ്ഞു അത്രയും ദിവസം കഴിക്കുക, ആ ഡോസിൽ തന്നെ കഴിക്കുക. പിന്നെ ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞു, നല്ല ബ്രാൻഡ് മേടിച്ച് കഴിക്കുക. ഏറ്റവും നല്ല ബ്രാൻഡ് ഏതാണോ അത് മേടിച്ച് കഴിക്കുക. പലപ്പോഴും അത് നിങ്ങളുടെ കയ്യിലുള്ളൊരു കാര്യമല്ല, എനിക്കറിയാം. കാരണം പേഷ്യൻസിന് ഏതാ നല്ല ബ്രാൻഡെന്ന് മനസ്സിലാകില്ല. പലപ്പോഴും ഡോക്ടറോട് തന്നെ കുറച്ച് ഡോക്ടർ പറഞ്ഞാൽ നല്ല ഡോക്ടറെ വില കുറവാണെങ്കിൽ ആൻറ്റിബയോട്ടിക് നല്ല ബ്രാൻഡ് തന്നെ തരിക എന്ന് പറഞ്ഞാൽ മിക്ക ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, നല്ല ബ്രാൻഡ് തന്നെ ചെയ്യുന്നത്. ആ ഡോക്ടർ ഏത് ബ്രാൻഡാണോ എഴുതിയിരിക്കുന്നത് അത് തന്നെ മേടിച്ച് കഴിക്കാനും ശ്രമിക്കുക. അപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് ഞാൻ ഉണ്ടാകുന്ന നമ്മൾ പ്രിവെൻറ്റ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും ഇൻഫെക്ഷൻ വരുമ്പോഴോ പഴുപ്പ് വരുമ്പോഴോ, ഇപ്പോൾ നമുക്കറിയാം കാല് മുറിഞ്ഞു പഴുപ്പ് വന്ന ആൻറ്റിബയോട്ടിക് കഴിച്ച് പെട്ടെന്ന് കുറഞ്ഞു. പലപ്പോഴും ആ ബാക്ടീരിയ നമ്മുടെ ഈ ആൻറ്റിബയോട്ടിക്കിനെ അതിജീവിക്കുന്നതാണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അത് വ്യാപിച്ച് ചിലപ്പോൾ കാലിൽ വലിയ ഓപ്പറേഷനോ അല്ലെങ്കിൽ ആ കാല് മുറിച്ച് കളയേണ്ട സിറ്റുവേഷൻ വരെയൊക്കെ വരാം. അപ്പോൾ അതൊരു മാത്രം ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാതരോഗികൾക്ക് ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കുന്ന ന്യൂമോണിയ വന്നാൽ റെസ്പോണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൂടി എന്ന് വന്നാൽ കുരു കൂടിയായി മാറും. അവസാനം അത് സിവിയർ സിറ്റുവേഷനിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആസ് എ കമ്മ്യൂണിറ്റി നമ്മളെല്ലാവരും ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വിപത്തിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ആൻറ്റിബയോട്ടിക്കിൻ്റെ മിസ്യൂസും നമ്മൾ കഴിയുന്നത് അവോയ്ഡ് ചെയ്യണം. അതുപോലെ കഴിക്കുമ്പോൾ കറക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള ആൻറ്റിബയോട്ടിക് ഒപ്റ്റിമൽ ഡ്യൂറേഷനിൽ പറയുന്ന ഡോസിൽ കഴിക്കാൻ ശ്രദ്ധിക്കുകയും വേണം.